ഈ മറ്റൊരു യുദ്ധത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത, ഈ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അടിച്ച യുദ്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞില്ല. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഹോർമിസ് കടലിടുക്ക് തുറക്കുക എന്നുള്ളതാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തുറന്നു കിടന്ന ഹോർമിസ് കടലിടുക്ക് ഇനി യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൻ്റെ ഒരു നേട്ടമായി തുറന്നു കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ലോകയുദ്ധം ഇന്ന് വരെ ഈ ലോകത്തുണ്ടായിട്ടില്ല. അത് ഈ ട്രംപും നെതന്യാഹുവും കൂടെ നേർന്ന് നടത്തിയ ഈ യുദ്ധം മാത്രമല്ല. യവന്മാരെയാണ് ബുദ്ധിമാന്മാരെന്ന് കുറേ ആളുകൾ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. സത്യത്തിൽ എത്ര മരമണ്ടന്മാരെന്നാണെന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര മരമണ്ടന്മാരാണെന്ന്. അതായത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് തുറന്നു കിടക്കുകയായിരുന്നു, അതിലേക്കൂടെ എല്ലാ കപ്പലുകളും പോകുന്നുണ്ടായിരുന്നു. ഇറാൻ തടഞ്ഞിട്ടേയില്ല. ഈ ഫലസ്തീനിൽ വിഷയമുണ്ടായപ്പോഴൊക്കെ അത് തടയുമെന്ന് പറഞ്ഞത് അല്ലാതെ ഒട്ടും തടഞ്ഞില്ല. അവരെപ്പോഴാണ് തടഞ്ഞത്? അവരെ കടന്നാക്രമിച്ച് അവരെ ഇല്ലാതാക്കുന്ന ലെവലിലേക്ക് എത്തിയപ്പോൾ അവർ കയറി ലോകത്തിൻ്റെ കഴുത്തിനങ്ങ് പിടിച്ചു. കാരണം ലോകത്തിൻ്റെ കഴുത്താണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് കടലിടുക്ക്. അത് പിടിച്ചാൽ വേദനിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. നമ്മൾ സാധാരണ ഒരാളുടെ കഴുത്തിന് പിടിച്ചാൽ ശ്വാസം മുട്ടും, മുഖത്തിൻ്റെ നിറം മാറും, വയറ് പെരുകും, പൊളയും, മൂത്രം പോവും, ബാക്കിയെല്ലാം പോവും. അതുപോലെയാണ് അവർ കയറി ഒറ്റപ്പിടുത്തം പിടിച്ചത്. ഇപ്പോൾ ഈ യുദ്ധതന്ത്രമെല്ലാം എടുത്ത് ട്രംപും നെതന്യാഹുവും എല്ലാം ചേർന്ന് ഈ യുദ്ധത്തിൻ്റെ അവസാനം ഇതേ ഇറാനോട് ആവശ്യപ്പെടുന്നത് എന്താ? യുദ്ധത്തിന് മുമ്പ് തുറന്നു കിടന്ന ഹോർമിസ് കടലിടുക്കൊന്ന് തുറന്നു കൊടുക്കുമോ എന്നാണ്. സാധാരണ രീതിയിൽ ഇവരെയൊക്കെ നമ്മുടെ ഇവിടുത്തെ പത്രസമ്മേളനത്തിലൊക്കെ കിട്ടിയായിരുന്നേ നമുക്ക് ചോദിക്കാമായിരുന്നു, അല്ല സാറേ ഇത് തുറക്കാൻ വേണ്ടിയുള്ള ചർച്ചയാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ. ഇപ്പോൾ ആളുകൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഈ ട്രംപിന് കിട്ടിയ സമ്മാനം എന്ന് പറയുന്നത് അതിലേക്കൂടെ അമേരിക്കൻ കപ്പൽ വിടാമെന്ന് ഇറാൻ സമ്മതിച്ചു എന്നുള്ളതാണെന്നാണ് പറയുന്നത്. അതിലേക്കൂടെ അമേരിക്കൻ കപ്പൽ പോയിക്കൊണ്ടിരുന്നതല്ലേ ഈ യുദ്ധത്തിന് മുമ്പ്? എല്ലാ കപ്പലും പോയിക്കൊണ്ടിരുന്നതല്ലയോ? അതിനൊരു യുദ്ധം വേണോ? ഇതിപ്പോൾ ഈ അടിയും കിട്ടി ഇതെല്ലാം വാങ്ങിച്ച് യുദ്ധം വേറെന്തിനോ വേണ്ടി തുടങ്ങിയിട്ട് അവസാനം ഹോർമിസ് കടലിടുക്ക് തുറക്കാം എന്ന് സമ്മതിച്ചാൽ യുദ്ധം നിർത്താം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് യവന്മാർക്ക് സംഭവിച്ചൊരു നഷ്ടം അറിയാവോ? ഇനിയൊരൊറ്റ ഒരുത്തനും ഇറാനിനെയും കണ്ടാൽ അങ്ങ് എഴുന്നേറ്റ് നിൽക്കും. മിഡിൽ ഈസ്റ്റിലേക്ക് കുഴിമന്തി തിന്നുന്നവരൊക്കെ ചാടി എഴുന്നേക്കും. എന്താണെന്ന് വെച്ചാൽ ഇനി ഇറാനികൾക്ക് ലോകത്തൊരു വിലയുണ്ടാവും, ഇറാനും ഒരു വിലയുണ്ടാകും. കാരണം അവർ കാണിച്ചു കൊടുത്തു ഇതിൽ കയറി പിടിക്കുന്ന രീതി എങ്ങനെയാണെന്ന്. നമ്മുടെ ഒരു ഓർമ്മയിലൊന്നും ഈ ഹോർമിസ് കടലിടുക്ക് കയറി പിടിച്ചിട്ടില്ല. ഇപ്പോൾ പിടിച്ചപ്പോൾ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ലാഭം മനസ്സിലാക്കി. ഇനി എന്ന് മാത്രമല്ല, ഞാൻ ഈ ഇറാൻ ഭരണകൂടത്തോട് പറയുന്നത്, അതിലേക്കൂടെ കടന്നു പോകുന്ന കപ്പലിൽ നിന്ന് ഈടാക്കുന്നതിൻ്റെ ഒരു തുക ഞങ്ങളുടെ കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾ കൂടി കൊടുത്താൽ അവരെല്ലാം നിങ്ങളുടെ മദ്ഹ് പറയും. നിങ്ങളെല്ലാം അവർ സ്വർഗത്തിൽ വിടും. അവർ കാംനയി ഷഹീദാന്ന് പറയും. പക്ഷേ ഒരു കാര്യം, അവർക്ക് ഇച്ചിരി കാശ് കൊടുക്കണം. കാശില്ലാത്തൊരു പണി അവർ ചെയ്യൂല. കാശ് കൊടുത്താൽ അതിന് പറ്റിയ ഹദീസ് കണ്ടുപിടിച്ച് കിതാബും ഒക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ഷഹീദാന്ന് തെളിയിച്ചു തരും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അവിടെയാണ് ഒരുപാട് നവോത്ഥാനം ഉണ്ടായതെന്ന് പറയും. അവിടെ പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് എല്ലാം പറയും. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങളാകെ നോക്കേണ്ട കാര്യം ഈ ഹോർമിസ് കടലിടുക്ക് എന്നും ഉണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പടച്ചമ്പുരാൻ പണ്ട് ഖുർആനിലെ വെള്ളം കൊണ്ടും തീ കൊണ്ടും കല്ലുകൊണ്ടും പക്ഷിക്കൂട്ടം കൊണ്ടും ഒക്കെ കാണിച്ചതുപോലെ, ഉറുമ്പിനെ കൊണ്ടും ഒക്കെ കഥ പറയിച്ചതുപോലെ ലോകത്തെ ഈ മഹാശക്തികളെ മൊത്തം വെള്ളം കൊണ്ടൊരു കഥ പറയിച്ചിരിക്കുക. അപ്പം ഈ യുദ്ധത്തിൻ്റെ വിജയം എന്താണെന്നാണ് പറഞ്ഞത്? ഹോർമിസ് കടലിടുക്ക് തുറക്കുക. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയപ്പോഴോ അന്നേരേ തുറന്ന് കിടന്നത്. അപ്പോൾ പിന്നോ അത് അടി വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഈ യുദ്ധമെല്ലാം നടത്തിയത്. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴോ ഇനി തുറന്നു കൊടുത്താൽ യുദ്ധം തീരും. ഭയങ്കര കോമഡി തന്നെ.